രാജ്യതലസ്ഥാനം നടുങ്ങിയ രാത്രി ചെങ്കോട്ട ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 12 മനുഷ്യർ. തീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും ഭീകരാക്രമണത്തെ രാജ്യത്തിനെതിരായ യുദ്ധമായി കാണുമെന്നും പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ ശേഷവും രാജ്യം ജാഗ്രതയിലായിരുന്നു. പക്ഷേ അത് മറികടന്ന് തലസ്ഥാനത്തെ ഏറ്റവും ജനത്തിരക്കേറിയ സ്ഥലത്ത് ഇതുപോലൊരു സ്ഫോടനം നടന്നത് നടുക്കമുണ്ടാക്കുന്നതാണ്. സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കഴിഞ്ഞു. बॉम्ब ब्लास्ट हुआ है लाल किले के सामने. അഭിലാഷ്, ഫരീദാബാദ് തീവ്രവാദ ഘടകവുമായി ബന്ധമുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഈ ആസൂത്രണത്തിന് പിന്നിൽ, ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന വിവരമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ ഉമർ ഉൾപ്പെടെ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന നിലയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ തീവ്രവാദത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. മാത്രമല്ല, വനിതകളെ കൂടി ഈ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ആക്രമണം നടത്തുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിലേക്കാണ് ഈ അന്വേഷണം ഇപ്പോൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ ഫരീദാബാദ് ഘടകം തന്നെയെന്ന് വിലയിരുത്തുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിൻ്റെ DNA പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഡോക്ടർ ഉമറിൻ്റെ മാതാവിൻ്റെ DNA-യുമായി അതിൻ്റെ ഒത്തുനോക്കലാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. I-20 കാറിൻ്റെ യാത്രക്കാരൻ ഉമർ നബിയാണെന്ന കാര്യം രഹസ്യാന്വേഷണ ഏജൻസികൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റാരും തന്നെ ഈ കാറിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട്. കറുത്ത മുഖംമൂടി ധരിച്ചിരുന്നു എന്ന വിവരം വരുന്നുണ്ട്. ഫരീദാബാദിൽ വൻതോതിൽ അമോണിയം നൈട്രേറ്റ് പിടിച്ചതായ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡൽഹി പോലീസ് ഉൾപ്പെടെ മറ്റ് ഏജൻസികൾ ഡോക്ടർ ഉമറിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. ഫരീദാബാദും വെടിയുള്ള ഭീകരനായ ഉമർ ഇതോടുകൂടി ഒളിവിൽ പോവുകയും ചെയ്തു. സ്ഫോടന സമയത്ത് കാറിൽ ഒറ്റയ്ക്കായിരുന്നു എന്നത് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നത്. അതേസമയം മറ്റ് 2 പേരുടെ സഹായം ലഭിച്ചുവെന്ന സൂചനകളുണ്ട്. താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ഈ പരിഭ്രാന്തനായി ഭീകരാക്രമണം ആസൂത്രണം ചെയ്തുവെന്ന വിലയിരുത്തലിലേക്ക് പോകുന്നു. ഡിറ്റനേറ്റർ സ്ഥാപിച്ചാണ് ഈ സ്ഫോടനമെന്ന ചില നിഗമനങ്ങളുമുണ്ട്. I-20 കാറിനെ സംബന്ധിച്ച് ഡൽഹി പോലീസും അന്വേഷണ ഏജൻസികളും നേരത്തെ നടത്തിയ പരിശോധനയിൽ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഈ കാർ എത്തിയതിൻ്റെ റൂട്ടിൻ്റെ CCTV മാപ്പിംഗ് പോലീസ് സ്പെഷ്യൽ സെൽ ശേഖരിച്ചു. ഇതനുസരിച്ച് കാർ അവസാനമായി കണ്ടത് ബദർപൂർ അതിർത്തിയിലാണ്. കാർ അവിടെ നിന്ന് ഡൽഹിയിൽ പ്രവേശിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്നുള്ള വഴി നിർണ്ണയിക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 1 സമീപമാണ് കാർ പിന്നീട് കണ്ടത്. ഇതിനു മുൻപ് ചെങ്കോട്ടയ്ക്കടുത്തുള്ള ഗാർഡൻ മോസ്കിന് സമീപം പാർക്കിംഗ് സ്ഥലത്ത് 3 മണിക്കൂർ മുൻപ് കാർ പാർക്ക് ചെയ്തിരുന്നു. വൈകുന്നേരം 3:19 കാർ പാർക്കിംഗ് സ്ഥലത്ത് പ്രവേശിക്കുകയും 6:48 പുറപ്പെട്ടു പോവുകയും ചെയ്തു. ഏകദേശം വൈകുന്നേരം 6:55 സ്ഫോടനം നടന്നത്. ഇതിലെ പാർക്കിംഗ് പ്രദേശത്തേക്ക് പ്രതി കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള ചില അവ്യക്തതകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. 4 ഉടമകളെങ്കിലും മാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സൽമാൻ എന്ന ആളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ കാർ ഉണ്ടായിരുന്നത്. അത് പിന്നീട് നദീം എന്നൊരു മറ്റൊരാൾക്ക് വിൽക്കുന്നു. നദീം ഈ കാറിനെ ഫരീദാബാദിലെ റോയൽ കാർ സോണിലെ ഒരു കാർ ഡീലർക്ക് കൈമാറ്റം ചെയ്യുന്നു. അത് താരിഖ് എന്നൊരു ആൾ വാങ്ങി. പിന്നീടാണ് ഇത് ഉമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇന്ത്യയിലെ വനിതാ വിഭാഗത്തിൻ്റെ ചുമതല. ഫരീദാബാദിലെ അൽ-ഫലാഹ് സർവകലാശാലയിൽ ജോലി. താമസം ലക്നൌവിലെ ലാൽബാഗിൽ. ചെങ്കോട്ട സ്ഫോടന കേസിൽ അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഉമർ നബിക്കും സംഘത്തിനും ഭീകരപ്രവർത്തനം നടത്താൻ പണപ്പിരിവ് നടത്തിയതും ഡോക്ടർ ഷഹീൻ എന്നാണ് വിവരം. അറസ്റ്റിനിടെ ഷഹീൻ്റെ കാറിൽ നിന്നും തോക്കും വെടിയുണ്ടകളും പോലീസ് കണ്ടെടുത്തിരുന്നു. ഫരീദാബാദിൽ നിന്നും 2900 കിലോ സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായ ഡോക്ടർ മുസൈബ് എന്നയാളുമായി ഷാഹിദിക്ക് അടുത്ത ബന്ധമുണ്ട്.
ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുള്ളയാളെന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇവർ പോലീസ് പിടിയിലായതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന്റെ ചുമതല ഷഹീൻ ഷാഹിദിനായിരുന്നു. ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസർ നയിക്കുന്ന ജമാഅത്തുൽ മുമിനാത്തിന്റെ ഇന്ത്യയിലെ ചുമതലയാണ് ഡോക്ടർ ഷാഹീൻ ഏറ്റെടുത്തിരുന്നത്. ലക്നൌവിലെ ലാൽബാഗിൽ താമസിക്കുന്ന ഇവരുടെ വാഹനത്തിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും കണ്ടെടുത്തിരുന്നു. മാത്രമല്ല, ഉമർ നബിക്കും സംഘത്തിനും ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ പണപ്പിരിവ് നടത്തിയതും ഇവരെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഫരീദാബാദിലെ അൽഫല സർവകലാശാലയുടെ ഭാഗമായിരുന്നു ഷഹീൻ. രാജ്യത്തെ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ ഇവരും ഉമർ നബിക്കും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ ഷഹീന അറസ്റ്റിലായതോടെ പുതിയൊരു ഭീകര സംഘടനയുടെ വലിയ കണ്ണിയെയാണ് വലയിലാക്കാനായത്. ഇവർ കുടുക്കിയ ഇന്ത്യൻ വനിതകളെ കണ്ടെത്തി രക്ഷിക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. പാകിസ്ഥാനിലേക്ക് ഇവർ യുവതികളെ കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് വനിതകളെയും നേരിട്ട് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചത്. പിന്നാലെ ഈ മാസം മുതൽ പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ ട്രെയിനിംഗ് ആരംഭിച്ചിരുന്നു. കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബാംഗങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികൾ, വിധവകൾ എന്നിവരെയാണ് സംഘം ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.